UK ജോലി സാധ്യതകളെക്കുറിച്ച് ഏവർക്കും തന്നെ അറിയാം. എന്നാൽ നാട്ടിൽ നിന്ന് ജോലി ലഭിച്ചു വന്നവരെ നമ്മൾ ഇതിനു മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്നു. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തിരുവോണ സമയത്താണ് നമ്മൾ വേറൊരു ഇൻഫർമേറ്റീവ് വീഡിയോ വൈറലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവരുവാണ്. അപ്പോൾ സന്ദീപ് പാലക്കാട്, എൻ്റെ നാട്ടുകാരൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവോണ ദിവസം നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു വൈറലാക്കിയത്. അപ്പോൾ ബ്രോനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെറിയൊരു ഇൻ്റർവ്യൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത് ഒരു ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. UK വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല. അതിൽ കുറേ സത്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഠിക്കാവുന്നവരുടെ ക്വാളിറ്റി, എക്സ്പീരിയൻസ്, നോളജ്, ലാംഗ്വേജ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജോലി കിട്ടാതിരിക്കുന്നതും. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്നടക്കം ആൾക്കാർ ജോലി കിട്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി, ഈ ഒരു ഓണത്തിനും ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ജോലി കിട്ടുന്നുണ്ട്. അത് ക്വാളിറ്റി ഉള്ളവർക്കും ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ സന്ദീപ് എവിടെ നിന്നാണ് നാട്ടിൽ? ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അതെ, നമ്മുടെ സ്വന്തം നാട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് 4 മാസമായി. ഇത് വർക്ക് വിസ കിട്ടി വന്നതാണ്. അതെ, അത് നാട്ടിൽ നിന്ന് വർക്ക് വിസ കിട്ടിയാണ്? അതെ, നാട്ടിൽ നിന്ന് അവർ സ്പോൺസർ ചെയ്ത്. അതല്ല ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്ന് വർക്ക് വിസ? ഇല്ല. ഓക്കെ. അപ്പോൾ നാട്ടിൽ നിന്ന് വർക്ക് വിസ കിട്ടിയെന്ന് പറയുമ്പോൾ ഏത് മേഖലയിലാണ് കിട്ടിയത്? ഞാൻ IT ഫീൽഡിലാണ്. ഓക്കെ. നാട്ടിൽ എന്താ പഠിച്ചത്? ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, MTech കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലിയിൽ പ്രവേശിച്ച് ഏകദേശം ഒരു 10 വർഷം ഞാനിപ്പോൾ ഇത് സെയിം ഫീൽഡിലാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ബാംഗ്ലൂരായിരുന്നു ഓഫീസ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. ഞാൻ ഇതുപോലെ വെളിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിലും വിദേശത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലക്കിലി ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. അപ്പോൾ അതിനുശേഷം ഇൻ്റർവ്യൂ കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കും കൺവിൻസ്ഡ് ആയി. പിന്നെ അതിനുശേഷം ഫർദർ പ്രൊസീജിയേഴ്സ് അവർ ബൈ ഇമെയിൽ അവർ അയച്ചു തരും. പിന്നെ അവരുടെ തന്നെ ഏജൻസി ഉണ്ട്, അവർ വഴി എല്ലാ ഇമിഗ്രേഷൻ്റെ എല്ലാ വർക്കും നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ജോലി കിട്ടി വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം UK ഈ പറഞ്ഞ IT ജോബാണ് ബ്രോ പഠിച്ചത്, IT ആണ് പഠിച്ചത്. അപ്പോൾ IT ജോബ് കിട്ടുക, ഇവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ജോലി കിട്ടി വരുന്നത്. ഓക്കെ. സോ അതിനെന്താണ്, എത്രത്തോളം പോസിബിലിറ്റീസ് ആണ് ഈ പറഞ്ഞ ഇവിടെ എന്തുകൊണ്ട് ഇവിടെയുള്ള സ്റ്റുഡൻസിന് IT ജോബ് കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ അവർ ചൂസ് ചെയ്തത് എന്നുള്ളത് കൂടി? ഇപ്പോൾ ഇതിന് ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലും വേണ്ടിയിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതിപ്പോൾ ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും ഇപ്പോൾ ഒരു 5+ years എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 10+ years എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇവർക്ക് അതിനനുസരിച്ച് ഇവരുടെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒബ്വിയസ്ലി ഒരു ഇൻ്റർവ്യൂവിനെ അവർ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പോൾ ഇവരിപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നവരായാലും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ നല്ല നോളജ് ഉള്ള നല്ല അത്യാവശ്യം നല്ല പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഒബ്വിയസ്ലി അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അതിൽ കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവ്യൂ എല്ലാം പാസ്സാവും. ഇപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനും എല്ലാം ഇവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷേ അറ്റ് ദ സെയിം ടൈം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ഡിഫറൻസ് ആണ്. അപ്പോൾ ഏത് ഫീൽഡായാലും അവരുടെ ഫീൽഡിൽ നല്ലൊരു സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ഇതിപ്പോൾ പറഞ്ഞതാണ് പോയിന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അത്യാവശ്യം എക്സ്പീരിയൻസും ആ ഒരു രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് IT കോഴ്സുകൾ എടുത്തിട്ട് UK ഒരുപാട് പേര് വരുന്നുണ്ട്. കുറേ ആൾക്കാർ ജോലി കിട്ടിയവരെ എനിക്കറിയാം. പേഴ്സണലായിട്ട് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിയത് എനിക്കറിയാം. അപ്പോൾ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുമില്ല. അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ കിട്ടിയത്. കാരണം അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസും അവർക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഏതെങ്കിലും ടെക്നോളജി നമുക്കറിയാം, അതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് ഇവിടെ. കാരണം വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എടുക്കുന്നത് നമ്മൾ വിചാരിക്കരുത്, എടുക്കൂല. ഇല്ലേ, നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ എടുക്കും എന്നുള്ളതാണ്. ബ്രോ ഏതാണ് IT എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ക്ലൗഡ് എഞ്ചിനീയർ ആണ്. എനിക്ക് 10 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ഒരു 4-5 years ആയിട്ട് ഞാൻ ക്ലൗഡ് മേഖലയിലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ, നല്ല CV പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രോജക്ട്സ് വാട്ട് എവർ യു ആർ ഇൻക്ലൂഡിങ് ഇൻ യുവർ റെസ്യൂം,
ആ നോളജ് എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ്ലി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നല്ല ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും അവരുടെ ലാംഗ്വേജ് മനസ്സിലാവണമെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയുക, അതിന് ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ബ്രോ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ പാസ്സാവുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാരണങ്ങളുണ്ടാവില്ല എന്തുകൊണ്ട് അവർ ഇന്റർവ്യൂ പാസ്സാവുന്നില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ടിപ്സും ഗൈഡൻസും കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ടാവും. ഒന്നാമത് ഇവിടുത്തെ ലാംഗ്വേജ്, നല്ലൊരു ലാംഗ്വേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം അവരുടെ ഇപ്പോൾ ആക്സെൻ്റ് ആയാലും നമ്മളുടെ നാട്ടിൽ യൂസ് ചെയ്ത് വരുന്നൊരു ലാംഗ്വേജ് ആയിരിക്കില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും കൂടുതൽ മലയാളീസായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുക, നമ്മളിവിടെ ലോക്കൽസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അവരുടെ ആ ഒരു ലാംഗ്വേജും ആക്സെൻ്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. പിന്നെ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോളജ് ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വേറെ സ്കില്ലാണ്. അപ്പോൾ നോളജ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെന്താ നല്ല സ്കിൽസ് വേണം. അതിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻസ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉള്ള ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടുന്നതിന് ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്? മീൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അവർക്ക്? ഒബ്വിയസ്ലി ഇവിടെ ഉണ്ട്. കാരണം IT മേഖലയിലൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം കാരണമാണല്ലോ ഇപ്പൊ നാട്ടിൽ നിന്ന് ബ്രോനെ പോലെ ആൾക്കാർ എടുത്തിട്ട് വരുന്നത്. അതെ, കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡാണ്. അതായത് എനിക്ക് ആ സ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്പാമിങ്. അതായത് അവർക്ക് ഒരു ടൈം വേസ്റ്റ് ആണത്. അപ്പൊ നമ്മൾക്കും ബാക്കിയുള്ള ഇതുപോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്കും ആ ഒരു അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ തന്നെ ചില വെബ്സൈറ്റിലൊക്കെ സ്പോൺസർഷിപ്പ് കാണുന്നതൊക്കെ എടുത്തിടുമ്പോൾ എല്ലാവരും അങ്ങോട്ട് എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരും ജസ്റ്റ് കണ്ടു നിന്നവരും പോയി അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ. അപ്പോൾ അതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി മെൻഷൻഡ് ആയിരിക്കും, അതായത് വിൽ നോട്ട് ബി സ്പോൺസറിങ് ദിസ് ജോബ്. അതായത് അവർക്ക് സ്പോൺസർഷിപ്പ് ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അതിൽ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഇമിഗ്രേഷൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ വിൽ ഒബ്വിയസ്ലി സപ്പോർട്ട് യു എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കൊടുത്തിട്ടുണ്ടാവും, ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ ജോബ്സിന് അപ്ലൈ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ്. ഇപ്പോൾ IT, എസ്പെഷ്യലി ഇപ്പോൾ IT കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, ഇപ്പോൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? അതിന്റെ നേരത്തെ പറഞ്ഞ പോലത്തെ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞായിരുന്നു, അതല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഉണ്ടോ? പിന്നെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇന്റർവ്യൂ ടെക്നിക്സോ ടിപ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടോ? ഇന്റർവ്യൂ ഒബ്വിയസ്ലി ഇന്റർവ്യൂ നോളജ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ അതുമാത്രമല്ല, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്താ പറയുക, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ നോക്കുക, അതുപോലെ തന്നെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുക. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. പിന്നെ നോളജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് കൈൻഡ് ഓഫ് അവർ ബിഹേവിയറൽ ടൈപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ടെക്നിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നോളജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂട്യൂബിലും അതുപോലെ ഓൺലൈനിലൊക്കെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ടീമിലേക്ക് ഞാൻ ആഡ് ചെയ്യണം, പക്ഷേ എൻ്റെ ടീമിലൊരു വേറൊരു ടീമേറ്റ് മോശമായിട്ടുള്ളൊരു പ്രവൃത്തി കാണിച്ചു. അപ്പോൾ നിങ്ങൾ എങ്ങനെ അവനോട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിനോട് നിങ്ങൾ പെരുമാറാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ നേരിട്ട് ഒരാളുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് ചൂടാവാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് നോക്കും. ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് അവരെടുത്തിട്ടുണ്ടാകും. കാരണം അവരങ്ങനെ ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനാണ്. അവരങ്ങനെ ഇതുപോലെ എന്താ മോശമായി പെരുമാറുന്ന ഒരാളെ അവർക്ക് ടീമിൽ എടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം അവർ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്സ് ആണ്. ഇവര് സ്കിൽസിന്റെയും നോളജിന്റെ ഒരു വശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു വശമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കിൽസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ നമുക്ക് എങ്ങനെയാണത് മാനേജ്, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഇവിടുത്തെ കമ്പനീസിനൊക്കെയാണ്. അതിപ്പോ ഇന്ത്യയിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വരണമെന്നില്ല, പക്ഷെ ഇവിടെ ഉള്ളവർ അത്
നോക്കും. അതെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്കിൽസ് മാത്രം പഠിച്ചെടുത്തിട്ട് ലാംഗ്വേജും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് പോയൊരു കാര്യമില്ല. ഈ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഇപ്പോൾ എങ്ങനെ ജോബ് കണ്ടെത്തി? കാരണം വെച്ചാൽ ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇവിടെയുള്ള UK സ്റ്റുഡൻസിന് ജോബ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, അവർ അപ്ലൈ ചെയ്തിട്ട് പോയിട്ടേ ആയിരിക്കും. അതിനെന്തൊക്കെ അവർക്ക് നോക്കണം? എങ്ങനെയാണ് ബ്രോ കണ്ടെത്തിയത്? അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നും കൂടി പറയാമോ? ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് നോക്കാൻ തുടങ്ങിയത് എൻ്റെ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് മാത്രമേ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഞാൻ സെർച്ച് ചെയ്യും ലിങ്ക്ഡിനിൽ. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഞാൻ ഓരോ കമ്പനീസിലും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ഞാൻ ഇന്ത്യയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് ഏതൊക്കെ സ്കിൽസ് അവർക്ക് വേണം. അതിലൊരു 70% നമ്മുടെ സ്കിൽസായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കത് അപ്ലൈ ചെയ്യാം. കാരണം അത് ബാക്കി 30% ഇറ്റ്സ് നോട്ട് നെസസറി. എന്താ പറയുക, എല്ലാം നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം, 100% ഇയാൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ അത്രയും ഒരു സ്കിൽസ് നമുക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ആ സ്കിൽസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അതിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. പ്ലാറ്റ്ഫോംസ് ഏതാണ് നമുക്ക് ഇവർക്ക് സാധിക്കും? കാരണം ഇപ്പോൾ ബ്രോ നാട്ടിൽ നിന്ന് ജോലി അപ്ലൈ ചെയ്തിട്ട് കിട്ടി വന്നു. UK ഉള്ളവർക്കാണെങ്കിൽ, ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിലും ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബ്രോ UK മാത്രമേ ട്രൈ ചെയ്തോളൂ, മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ട്രൈ ചെയ്തായിരുന്നു? ഞാൻ വേറെ യൂറോപ്യൻ കൺട്രീസിനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ ഓസ്ട്രേലിയ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ UK നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ഇതെല്ലാം നല്ല പ്ലാറ്റ്ഫോമാണ്. ഞാൻ കൂടുതൽ അങ്ങനെ ഒരുപാട് സൈറ്റ്സിലൊന്നും ഞാൻ കയറി ചുമ്മാ കയറി അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ ഡെയിലി എനിക്ക് ടൈം കിട്ടുന്ന സമയം, ഞാൻ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ജോബ്സ് നോക്കും, ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് എൻ്റെ CV എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ അത് അപ്ലൈ ചെയ്യും. ഞാൻ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? കാരണം വെച്ചാൽ ലിങ്ക്ഡിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൂളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ബ്രോ അത് എങ്ങനെയാണ് അത് ലിങ്ക്ഡിനിലെ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോബ് കാറ്റഗറി വൈസ് നമുക്ക് സെർച്ച് ചെയ്യാം. ജോബ് കാറ്റഗറി കഴിഞ്ഞ് നമുക്ക് ഏത് കൺട്രി വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇവർ ഒരുപാട് ജോബ്സ് വരും. അതിൽ നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അതിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഏതാ ക്ലൗഡ് എഞ്ചിനീയർ ആണോ, അല്ല വേറെ ഏതെങ്കിലും ഇപ്പോൾ ബിഗ് ഡേറ്റ ആണോ, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് ആണോ, അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബ്സ് മാത്രം ഫിൽട്ടർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഫിൽട്ടർ ഇപ്പോൾ ഏത് കൺട്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയിലുള്ള എല്ലാ ജോബ്സും വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് ഓരോ ജോബായിട്ട് സെലക്ട് ചെയ്ത് ഏത് ജോബാണ് നമ്മളുടെ മാച്ച് ആവുന്നത് അതുമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ അതിൽ ഒരുപാട് പഴയ പോസ്റ്റിങ്സ് ഒക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ജോബ്സ് എല്ലാം അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഈസി അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിൻ ഉണ്ടാവും, അത് കൂടുതലും അപ്ലൈ ചെയ്യാൻ വേണ്ടെന്നല്ല, പക്ഷെ അങ്ങനത്തെ അപ്ലൈ ചെയ്തിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവർ ഡയറക്ട്ലി നമ്മളുടെ എപ്പോഴും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടിയുള്ള കാര്യമാണ്, എല്ലാം ഫില്ല് ചെയ്ത് കാരണം ഓരോ ഇത് നേരെ കൊണ്ടുവന്ന ഇവരുടെ കമ്പനി വെബ്സൈറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ റെസ്യൂം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ റെസ്യൂം അവരുടെ ഡാറ്റാബേസിൽ ഓൾറെഡി അപ്ലോഡ് ആയി കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവർ ആദ്യം അവരുടെ ഡാറ്റാബേസിലുള്ള ഈ റെസ്യൂം കൊടുക്കും. അങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജോബ് നോക്കുന്നതിന് ലിങ്ക്ഡിൻ ആണ് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡിൻ ആണ്. അപ്പോൾ ഞാനത് ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ കഴിഞ്ഞ പ്രാവശ്യം വൈറലാക്കിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള IT കോഴ്സ് എടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിന്, ഇല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് അവർ കൊടുക്കാൻ പറ്റിയ ഒരു ഗൈഡൻസ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം പൊതുവേ ഇവിടെ കുറേ റൂമേഴ്സ് അല്ല, സത്യമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് പേർക്ക് ജോബ് കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവർക്ക് നമുക്ക് എന്തായിരിക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ ജോബ് നോക്കണം ഈ പഠിക്കാൻ വന്നവർക്കൊക്കെ? ഇവിടെ പഠിക്കാൻ വന്നവർക്ക് ജോബ് അപ്ലൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് കുറച്ചൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം ടൈം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ കാരണം അവർക്ക് വേറെ പല ജോലികളും ഉണ്ടാവും, അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ നോളജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, അതിൻ്റെ സ്പെഷ്യലൈസേഷൻസ് ചെയ്യണം, പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കി മെച്ചപ്പെടുത്തുക. പിന്നെ ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് അപ്ലൈ ചെയ്യുക. വെറുതെ ചുമ്മാ സ്പാം ചെയ്തിട്ട് കാര്യമില്ല, അവരെന്തായാലും കോൺടാക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ടെക്നിക്സ് എന്ന് പറയാം. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ IT മാത്രമല്ല കേട്ടോ,
നിങ്ങൾ ഏത് ജോബാണെങ്കിലും സമാനമായ രീതിക്ക് ഒരു സ്കിൽസ്, നോളേജ്, എക്സ്പീരിയൻസ്, ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി എല്ലാം ഉണ്ടെങ്കിൽ ഏത് ജോബാണെങ്കിലും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് കിട്ടാത്തതിന്റെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ കയറി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടണം എന്നൊന്നും ഒരു ഗ്യാരണ്ടി. ഇവിടെ പഠിച്ചവനായാലും അല്ല നാട്ടിലെ എക്സ്പീരിയൻസ്ഡ് ഉള്ളവനായാലും ഇവിടെ പഠിച്ചതിന് ശേഷം ഇവരെല്ലാം ഒരു സോണിലാണ് വരിക. അതായത് ഇപ്പൊ ഇവർക്ക് സെയിം എക്സ്പെൻസ് തന്നെയാണ് വരിക. ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾക്ക് 10 ലക്ഷം സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നതും ഇവിടെ ഒരാളെ സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് രണ്ടും ഒരേ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവരാരെയാണ് പ്രിഫർ ചെയ്യുക? എക്സ്പീരിയൻസ് ഉള്ളവരാണ് പ്രിഫർ ചെയ്യുന്നത്. അവര് അങ്ങനെയുള്ള ഉത്തമ ഉദാഹരണമാണ് പുള്ളി. ഇപ്പൊ ഇവിടെ ഒരുപാട് IT കാരൊക്കെ ഉണ്ട്, പക്ഷെ ഈ പുള്ളിനെ പോലെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് പേരെ നമുക്ക് അറിയാം. ഇവിടെ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ കമ്പനി ഏതായിരുന്നു? എന്റെ കമ്പനി ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് സ്കോട്ടിഷ് പവറിലാണ് അല്ലേ. സോ സ്കോട്ടിഷ് പവറിലൊക്കെ ഇവിടെ വന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്ത് വന്ന് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല ഈ പുള്ളിന്റെ അടുത്ത് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാൻ നമ്മൾ 1-to-1 സെക്ഷൻസ് പുള്ളിയുടെ ഓഫ് ഡേയ്സിൽ, പുള്ളിയുടെ വീക്കെൻഡ് ഡേയ്സിലൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിയുടെ അടുത്ത് ഡൗട്ട് വേണമെങ്കിൽ 1-to-1 കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കുറേ അറിവില്ലായ്മയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ പോലെ തന്നെ പലർക്കും അറിവില്ല, നമുക്ക് ജോലി കിട്ടുന്നില്ല, ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനീസ് എടുക്കാതിരിക്കും. കമ്പനിക്ക് ആൾക്കാരെ വേണം, സ്പോൺസർഷിപ്പ് ഉള്ളവരും ഉണ്ട്, അവർ അതില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും എന്നുള്ള സെറ്റപ്പിലാണ്. അവർക്ക് ആ ഒരു സ്കില്ല് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് അതും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ അങ്ങനത്തെ സ്കിൽ സെറ്റ് ഉള്ള ആളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. സോ അത് മൈൻഡിൽ വയ്ക്കുക, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഏത് ജോബാണെങ്കിലും നമ്മൾ വരുന്ന രീതിക്ക് ഇതേപോലെയുള്ള ഇന്റർവ്യൂസ് കൊണ്ടുവരും. അത് മാത്രമല്ല ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾ കൊണ്ടുവരും. കാരണം ഫണ്ട് നമ്മുടെ അടുത്ത് നേരിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്, ഇനി ഡയറക്റ്റ് ഇവരോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവരുവാണ് എന്തായാലും. പിന്നെ ഇവിടെ ജോലി കിട്ടാനായിട്ട് മാത്രം ഇവിടെ പഠിക്കാൻ വരണം എന്നുള്ളതും ഇറ്റ്സ് നോട്ട് നെസസറി. കാരണം ഇവിടെ എന്താ പറയാ, ഇവിടെ ചില യൂണിവേഴ്സിറ്റി ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ഡെലിബറേറ്റ്ലി അവര് ചില യൂണിവേഴ്സിറ്റിയിൽ 1-2 മാർക്കിന് ഫെയിലാക്കി വിടുന്നുണ്ട്. അത് എന്താ അതിന്റെ റീസൺ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഫെയിലാക്കി വിടുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രാജുവേഷൻ കൊടുക്കില്ല, അവർക്ക് ഡിപ്ലോമ മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് PSW ഇരിക്കാൻ കഴിയുന്നില്ല, തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ വളഞ്ഞിങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി അവിടുന്ന് തന്നെ നല്ല രീതിക്ക് ട്രൈ ചെയ്താൽ തന്നെ കിട്ടും. കിട്ടും. ഇപ്പൊ IT കാർക്ക് മാത്രമല്ല, എനിക്ക് എഞ്ചിനീയേഴ്സ് ഇതേപോലെ വന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയേഴ്സ് ഓൾറെഡി നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇതേപോലെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കയറി വന്നിട്ടുള്ള ആൾക്കാരുടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നഴ്സസ് മാത്രമല്ല, ഇങ്ങനെയും കുറെ ജോബുകൾക്ക് ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഉണ്ട്, അല്ലാത്തവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. വേക്കൻസി ഇല്ലാഞ്ഞിട്ടല്ല, വേക്കൻസികളുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാഞ്ഞിട്ടാണ് എന്നുള്ള ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം അല്ലേ. എന്തെങ്കിലും അവസാനമായിട്ട് കുറച്ച് ടിപ്സ് കൊടുക്കാനുണ്ട് ഈ IT മേഖലയിലുള്ള ആൾക്കാർക്ക്, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക്, ജോബിനെ കുറിച്ചോ ബ്രോഡ് ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജോബിനെ കുറിച്ചൊക്കെ? ഇപ്പോൾ നമ്മൾ സെയിം ടെക്നോളജി മാത്രം ഫോളോ ചെയ്യാതെ നമ്മൾ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം പഠിക്കുക. പിന്നെ മാക്സിമം അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. പിന്നെന്താ, അല്ല, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇപ്പം നാട്ടിൽ ചില IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ശമ്പളത്തോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ, നമുക്ക് ഇവിടെയുള്ള പാക്കേജ് അവിടെയുള്ള പാക്കേജ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്. ഇപ്പോൾ ബ്രോ നാട്ടിൽ IT വർക്ക് ചെയ്തതാണ് അല്ലേ, അപ്പോൾ അവിടെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു പാക്കേജ്, ഏതാണ് ബെറ്റർ, എവിടെയാണ് കംഫർട്ടബിൾ? എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെയാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. നാട്ടിലേക്കാളും നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ കണ്ടു. അല്ല നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്. ഇപ്പം നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ എക്സ്പെൻഡിച്ചറും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ സേവിങ്സ് ഉണ്ടായിരിക്കുക. പിന്നെ നാട്ടിന് എനിക്ക് അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും എനിക്ക് 4x ടൈംസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ എക്സ്പെൻസസും ഇവിടുത്തെ എക്സ്പെൻസസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഞാൻ സിംഗിൾ ആണ്, എനിക്കറിയില്ല ഫാമിലി ഉള്ളവരുടെ അത് ഡിഫറെന്റ് ആയിരിക്കും എക്സ്പെൻസസ്. അപ്പോൾ അതന്നെ എല്ലാവരും ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഐഡിയ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഫാമിലീസിന് നിങ്ങളുടെ ഇൻകം നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് ചൂസ്. ഇപ്പം നാട്ടിൽ തന്നെ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെ ഇതുപോലെ സേവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നാട്ടിലായാലും നല്ല സേവിങ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ടെങ്കിൽ നാടും നല്ല ഓപ്ഷൻ തന്നെയാണ്. നാട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ വരാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് എത്തിപ്പെട്ടാൽ മതി എന്നുള്ളത് നോക്കാതെ
കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വഴികൾ. അതെ അതെ അതെ, അത് ശരിയാണ്. കോഴ്സ് എടുത്ത് വരുമ്പോഴാണെങ്കിലും യൂണിവേഴ്സിറ്റി എടുത്ത് വരുമ്പോഴാണെങ്കിലും ഈ കോഴ്സ് എടുക്കുമ്പോഴും ഇല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോഴും കുറെ റിസർച്ചുകൾ അത്യാവശ്യമാണ് അല്ലേ? റിസർച്ച് മാത്രമല്ല, സ്കിൽസ്, ഓൺലൈനിൽ എല്ലാം അതിന്റെ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫീൽഡാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിക്കാണ് പോകുന്നത് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാനും ഇതൊക്കെ എന്താ പറയാ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് അതിനെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് പേഷ്യൻസ് ആണ്. അപ്പൊ ഇതിനൊന്നും ബുദ്ധിമുട്ടാതെ നമ്മൾ നേരെ ഏജൻസിക്ക് പൈസ കൊടുത്ത് വരുവാണെങ്കിൽ അതാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വന്ന് പെട്ടുപോകുന്നതിന്റെ മെയിൻ കാരണം അല്ലേ, ശരിക്കും പറഞ്ഞാൽ. സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗങ്ങൾ കവർ ചെയ്തു തോന്നുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞില്ല നമ്മൾ. ഓക്കെ, സോ ഗൈസ്, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. എനിക്കൊന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടേണ്ട ഇൻഫർമേഷൻസ് കിട്ടി തോന്നുന്നു. 1-to-1 ലിങ്ക്സ് നമ്മൾ വരുന്ന ദിവസങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ താഴത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 1-to-1 ലിങ്ക് പ്രൊഫൈൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ചാനലുകളൊന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം. താങ്ക് യു ബ്രോ.